തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി കൊടിമരത്തിനാവശ്യമായ 45 അടി നീളമുള്ള തേക്ക് കണ്ടെത്തി. ആചാരാനുഷ്ഠാനങ്ങളോടെ ദാരുപരിഗ്രഹ പൂജയും മരപ്പണികളും നടത്തി ചെത്തിയുരുട്ടിയ മരം കഴിഞ്ഞ ദിവസം എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചു. 51 തരം മരുന്നുകളിട്ട് കാച്ചിയ എണ്ണ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജയുടെ മക്കളായ സരസിജ, മായ ഗോവിന്ദ് എന്നിവരും കൊടിമരം വഴിപാടായി സമർപ്പിക്കുന്ന പൂക്കോട്ടിൽ ബാലൻ എന്നയാളുടെ മകൻ ഷാജു, ക്ഷേത്രം തന്ത്രി, മേൽശാന്തി ജീവനക്കാരും ഭക്തജനങ്ങളും ചേർന്നാണ് നിക്ഷേപിച്ചത്. മരപ്പണികൾ നടത്തിയ മനോജ്, ദേശത്തെ അവകാശി ഷൺമുഖൻ എന്നിവരും പങ്കെടുത്തു. ഭക്തർക്ക് എണ്ണ രശീതാക്കി തോണിയിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ചിങ്ങം 1 മുതൽ നവമുകുന്ദ ക്ഷേത്രത്തിൽ നടന്ന ലക്ഷാർച്ചനയും സമാപിച്ചു. ശ്രീകോവിലിലേക്ക് വാദ്യഘോഷത്തോടെ എഴുന്നള്ളിച്ച ശേഷം കലശാഭിഷേകവും ഉച്ചപൂജയും നടന്നു. തന്ത്രി കൽപ്പുഴ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി അരീക്കര പുരുഷോത്തമൻ നമ്പൂതിരി, കേശവൻ നമ്പൂതിരി, അഭിലാഷ് നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരത്തിലേക്ക് എണ്ണ ഒഴിക്കൽ ഇന്ന് 30 വ്യാഴാഴ്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് എണ്ണ രശീതിയാക്കിയിട്ട് അവർക്ക് ഈ കൊടിമരത്തിൽ എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടത്താവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തിരുനാവായ. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.